ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അമൃതം പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പായസമാണ്. അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ പായസമൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് അമൃതം പൊടിയുടെ ഒരു ടേസ്റ്റ് ഈ ഒരു പായസത്തിന് നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി പായസമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ടാം പാൽ എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു 2 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് അമൃതം പൗഡറാണ്. അത് ഞാൻ ഏകദേശം 1/2 കപ്പാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ അമൃതം പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് കുറുകിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പായസമായിട്ട് നമുക്ക് കുടിക്കണമല്ലോ. അപ്പോൾ അമൃതം പൗഡർ 1/2 കപ്പ് മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. അതിൽ കുറവായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലോട്ട് അമൃതം പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കട്ടിയൊന്നും ഇല്ലാതെ. അമൃതം പൗഡർ ആയതുകൊണ്ട് തന്നെ ഇത് കട്ടിയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് കുറച്ചധികം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കാഷ്നട്ടും അതുപോലെ തന്നെ റൈസിൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ന്യൂട്രിയൻസ് പൗഡർ ആയതുകൊണ്ട് തന്നെ കാഷ്നട്ടൊക്കെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു അമൃതം പൗഡറിൽ ഗോതമ്പ്, അതുപോലെ തന്നെ നിലക്കടല, സോയ ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അധികം നട്ട്സ് ചേർത്തില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനത് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു നെയ്യിലോട്ട് ഞാൻ കുറച്ച് പൂവൻപഴമോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പഴം നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു പായസത്തിന് നന്നായിട്ട് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ പഴം വെറുതെ കട്ട് ചെയ്തിട്ട ആ ഒരു ടേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പഴവും റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാനിലോട്ട് നമ്മൾ ആദ്യമേ കുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടിൽ നമ്മൾ ഒഴിക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് അമൃതം പൗഡർ അടിയിൽ പിടിക്കും. ജസ്റ്റ് ഒന്ന് പാൻ ചൂട് കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറൊരു പാനിലോ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ അതിലോട്ട് ഒരു 1/2 കപ്പോളം 1/2 കപ്പ് മുതൽ 3/4 കപ്പോളം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ശർക്കരപ്പാനി ചേർക്കേണ്ട, പഞ്ചസാര മതി എന്നുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ ശർക്കരപ്പാനി ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ പായസത്തിന് കിട്ടുക. ഓൾറെഡി നമ്മുടെ അമൃതം പൗഡറിൽ പഞ്ചസാര ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എക്സ്ട്രാ മധുരം ചേർക്കാനായിട്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വെച്ചാൽ മതി. പിന്നെ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് തിളപ്പിച്ചെടുക്കാനായിട്ട്. കാരണം ഇത് അമൃതം പൗഡർ നന്നായിട്ടൊന്ന് വേവണം, അല്ലെങ്കിൽ വയറിനൊക്കെ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. മൊത്തം ന്യൂട്രിയൻസ് പൗഡറാണല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് വേവുന്നത് നല്ലതായിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ പഴം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ളതും ചേർത്ത് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഈ ഒരു പായസം കഴിയുന്ന വരെ ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത്. കാരണം പെട്ടെന്ന് നമുക്കിത് കുറുകിയിട്ട് വരും. ഇനി ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അടിയിലൊക്കെ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഒരു 1/2 സ്പൂണോളം ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ പായസം ഇവിടെ തിക്കായും കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്താ പറയുക, സെർവ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് ആ ഒരു രീതിയിൽ നമുക്കിത് ഓഫ് ചെയ്യാം. അത്യാവശ്യം നല്ല ലൂസിനാണെങ്കിൽ അതനുസരിച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ വേഗത്തിൽ. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1 കപ്പ് 1/4 പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് തിളപ്പിക്കരുത് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ കുറച്ച് എന്താ പറയുക, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പായസമാണ്. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടും. അതുപോലെ നല്ല അടിപൊളി പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുള്ള പായസമാണല്ലോ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ നിങ്ങൾ മറന്നു പോകരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.